സംശയിക്കണ്ട, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലേ? എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത സമയത്ത് നല്ല കാറ്റായതുകൊണ്ട് ഓഡിയോ കറക്റ്റായിട്ടും കിട്ടിയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ഷബൻ ഷംസുദ്ദീൻ. വെൽക്കം ടു മല്ലു ഡ്രോൺ ട്രാവലർ. ഇന്ന് നമ്മൾ പോകുന്നത് ഇല്ലിക്കൽ കല്ല് കാണാനാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യമേ ഈ പോയിന്റിൽ നിന്ന് 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വേണ്ടി ഒരു ജീപ്പ് ആയിരിക്കില്ല. ഇപ്പം തിരക്ക് കുറവായതുകൊണ്ട് ഒരു ജീപ്പുണ്ട്. ഇവിടെ ജീപ്പുകൾ കാണും. നമ്മൾ നേരെ ജീപ്പിൽ കയറുന്നു. ജീപ്പിൽ കയറിയിട്ട് ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ മിച്ചം നമുക്ക് കുറച്ച് കയറ്റം കയറാനുണ്ട്. അപ്പം ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് വണ്ടിക്കൊന്നും കയറിപ്പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവരുടെ ജീപ്പിൽ നമ്മൾ നേരെ കയറിയിട്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനുണ്ട്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് DTPC ആണ്, ഡിസ്ട്രിക്റ്റ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ അവരാണ് ഇവിടെ പാസ്സൊക്കെ വെച്ചിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ അവിടെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ജീപ്പിൽ കയറിയിട്ട് പോകുന്ന വഴി നല്ല ഭംഗിയുള്ള വഴിയാണ്. കുറേ ഹെയർ പിൻസ് ഒക്കെ ഉണ്ട്. ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത്, അതായത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ തീക്കോയ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തീക്കോയ്ക്ക് അടുത്ത് മൂന്നിലവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇല്ലിക്കൽ കല്ല് അല്ലെങ്കിൽ ഇല്ലിക്കൽ മല സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം 56ഓളം കിലോമീറ്റർ എടുക്കും. പാലയിൽ നിന്നാണെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ. പിന്നെ വാഗമണ്ണിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ. ഈരാറ്റുപേട്ടയിൽ നിന്നാണെങ്കിൽ ഒരു 18 കിലോമീറ്റർ. ഈ ഹെയർ പിൻസൊക്കെ കയറിയിട്ട് നമ്മളൊരു ബേസ് ലൊക്കേഷനിലെത്തും. അവിടെ വരെയുള്ളൂ ജീപ്പ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. കാര്യം കയറ്റമാണ്, അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല. നമ്മൾ നടന്ന് തന്നെ പോകണം. ഇപ്പോൾ ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷട്ടിലായിരിക്കും. ഇനിയിപ്പോൾ ഇത് താഴോട്ട് പോയിട്ട് അടുത്ത ആൾക്കാരെ എടുത്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളവും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റ് നേരെ കയറ്റമാണ്. ആ കയറ്റം കയറി നമുക്ക് ആ ടോപ്പിലെത്തണം. ഈ കാണുന്ന കൈവരികളൊക്കെ ഈ അടുത്ത ഇടയ്ക്ക് വെച്ചതാണ്. ഇവിടെ ഒത്തിരി അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ ചെയ്ത ഒരു പരിപാടിയാണ്. ഒരു 15-20 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ നമ്മൾ ആ ടോപ്പിലെത്തും. ഇനിയിപ്പോൾ ഇല്ലിക്കൽ കല്ലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇല്ലിക്കൽ കല്ലെന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിൽ നിൽക്കുന്ന ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആണ്. മഞ്ഞൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ ഏറ്റവും മാക്സിമം രീതിയിൽ കിട്ടും. പിന്നെ ഇല്ലിക്കൽ കല്ലിൽ മെയിനായിട്ട് 3 റോക്കുകളാണ് ഉള്ളത്. അതിൽ ഒരു കൂണിൻ്റെ ഷേപ്പിലുള്ള കല്ലിന് ഇവിടുത്തുകാർ കുടക്കല്ലെന്ന് വിളിക്കും. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന പാറ, അതിൻ്റെ ഒരു പോർഷൻ നടന്ന് താഴെ പോയാണ്, അതിനെ ഇവരെ കൂനൻ കല്ലെന്ന് വിളിക്കും. അപ്പോൾ ഈ കുടക്കല്ലിനും കൂനൻ കല്ലിനും ഇടയ്ക്കായിട്ട് ഒരു 1/2 അടി വീതിയുള്ള ചെറിയൊരു നടപ്പാതയുണ്ട്, അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ഉണ്ട്. അതിലേക്കൂടെ നേരത്തെ കയറിപ്പോകാൻ പറ്റുമായിരുന്നു. അവിടെ കുറേ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്, നീലക്കൊടുവേലി എന്ന് നമ്മൾ കേട്ടിട്ട് കാണും. ഇപ്പം ആട് സിനിമയിലൊക്കെ അതിനെപ്പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. ഈ ഇല്ലിക്കൽ മലയിൽ ഈ നീലക്കൊടുവേലി കുറേ ഉണ്ടെന്നാണ് വിശ്വാസം. ഈ നീലക്കൊടുവേലിയുടെ പൂവ് അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നുള്ളൊരു ഐതിഹ്യമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ പാലയുടെ സ്വന്തം മീനച്ചിലാറ്റ് അത് ഉത്ഭവിക്കുന്നതും ഈ മലയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് 50 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം കയറി വരാനായിട്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയായി. തിരിച്ചിറങ്ങാൻ നേരത്തും ഇതുപോലെ ജീപ്പ് കാണും. നമ്മൾ ആ ജീപ്പിൽ കയറി ഇരുന്നാൽ മാത്രം മതി. അവർ താഴത്തെ ചെക്ക് പോസ്റ്റിൻ്റെ പോയിന്റിൽ കൊണ്ടെത്തിക്കും. അവിടെ ആയിരിക്കും നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്.
അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ ഞാൻ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.